ഞങ്ങളുടെ പ്രാപ്തിബന്ധം ഞങ്ങൾക്ക് ഇടയാക്കിയതിലേക്ക് വിളിക്കാൻ നന്ദി. ഞങ്ങൾ കർത്താവെ ഔദ്യോഗികമായി ഞങ്ങളുടെ കോൺഫറൻസ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ സെഷനിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളോടെ കൂടിയിരിക്കണമേ. ഞങ്ങൾ സമാരംഭിക്കുന്ന ഈ ഒരു ശുശ്രൂഷ അതേറെ അനുഗ്രഹത്തിന് നന്മയ്ക്ക് മുഖാന്തരമാക്കി മാറ്റണമെന്ന് ശിഹാമുൽ അപേക്ഷിക്കുന്ന ദൈവം കേൾക്കണമേ. ആമേൻ. യൂണിറ്റിലെ മെമ്പറായി നിങ്ങളുടെ മാതിരി 79 1 രൂപയായിരുന്നു അന്നത്തെ മെമ്പർഷിപ്പ് ഫീസ്. അത് കൊടുത്ത് ഞാൻ ആദ്യമായി അംഗമായി. അതിനുശേഷം 82 കോടതി യൂണിറ്റ് സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് ഡയസിസിൻ വർക്കിംഗ് കമ്മിറ്റി വരെ എനിക്ക് പോകാൻ സാധിച്ചു. അതുകൊണ്ട് എൻ്റെ കഴിവല്ല, പ്രവർത്തനങ്ങൾ എനിക്ക് എൻ്റെ ഉയരപ്രസ്ഥാനം തന്ന ആ താങ്ങുകളാണ് അതുവരെ എത്തിക്കാൻ സാധിച്ചത്. കർത്താവിന്റെ അടുക്കലേക്ക് അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കർത്താവ് in a miraculous way. God has created you in a marvelous way, or you are one of the superb creations of God Almighty എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ സൗഹൃദങ്ങളാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും പരിചയപ്പെടാൻ പോവുകയാണ്. സൈക്കിൾ പോലെ പോകുന്നു. there is no creator. ബിഗിനിങ് ഇല്ല. ഓക്കെ, ജൈനിസം എന്താ പറഞ്ഞാൽ ബുദ്ധിസം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ബുദ്ധിസം they are not believing in God. ഓക്കെ, അതൊരു എത്തിസ്റ്റ് റിലീജിയൻ. അപ്പം ഇതിലൊക്കെ ഒരു പാർട്ടിസിപ്പേഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ
underrated predators which keep us from the mosquitoes which spread malaria and dengue, of course. So it's underrated and we support it. Take a picture of an insect from a church projector. Bring a cup of water. Find a dried leaf. Dry leaf it helps for as a fertilizer. ഇത് വീടിന് പിന്നെ അതൊരു പുതിയ ജീവൻ കൊടുക്കണം. പിക്ചർ എടുക്കേണ്ടത് ഇൻസെക്റ്റിന്റെ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത പിക്ചർ ഉറുമ്പിന്റെ ആണ്. ആൻഡ് ആർഗാലിയാണ്, ആൻഡ് ഇൻസെക്ട് ആണ്. And it helps in increasing the porousness of the soil. അത് അകത്തോട്ട് പുറത്തോട്ട് നടന്ന് സോയിലിനുള്ളിൽ തന്നെ നടക്കുമ്പോഴത്തേക്ക് പോറേഷൻ കിട്ടും, വെള്ളം എയറൊക്കെ കൂടുതൽ അകത്തോട്ട് പോകാൻ സഹായിക്കും. Water, അതില്ലാതെ ജീവനില്ല. So of course, water is very important for our life. എന്തിനാണ് ഈ ആഡം ഈവനെ ഗോഡ് ഈഡനിൽ കൊണ്ടുപോയി ആക്കിയത്? To take care of it, അല്ലേ? And work on it. അപ്പോൾ ഹ്യൂമൻ ബീങ്ങിനെ ഉണ്ടാക്കിയപ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഓരോ ടാസ്ക് നിങ്ങൾ നടന്നപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്രിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും we have to prioritize about God's creation. നമ്മുടെ ബൈബിളിന്റെ ഫസ്റ്റ് വേഴ്സ് എന്താണെന്ന് അറിയോ? ആർക്കും അറിയില്ല നമ്മുടെ ബൈബിളിന്റെ ഫസ്റ്റ് വേഴ്സ്? നമ്മൾ ഏറ്റവും ആദ്യം സൺഡേ സ്കൂളിലായാലും നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന വേഴ്സ് ആണ് in the beginning God created the heavens and the earth. അത് കഴിഞ്ഞിട്ട് ഗോഡ് ഫസ്റ്റ് ഡേ എന്താ ഉണ്ടാക്കിയെന്ന് അറിയോ? ഹെവൻസ് ആൻഡ് എർത്ത്. ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക്നെസ്സിനെ ലൈറ്റിനെ ഗോഡ് സെപ്പറേറ്റ് ചെയ്തു, ഡേ ആൻഡ് നൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഡേ 2 എന്താ ഗോഡ് ക്രിയേറ്റ് ചെയ്ത? സ്കൈ. ഉറപ്പല്ലേ? സ്കൈ തന്നെയല്ലേ? അല്ലേ? ആണോ? ആരും എന്തോ വ്യത്യാസം പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സ്കൈ. God separated the water from the wall of the sky. Third day, sea, dry land, vegetation. ഇതാണ് ഡേ 3 God create ചെയ്തത്. അത് കഴിഞ്ഞിട്ട് on day 4 God created sun, moon and stars. ഇപ്പോൾ പ്രതിഭയ്ക്ക് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് പ്രതിഭയുടെ അവസരം തീർന്നു. ഇനി ബാക്കിയുള്ളവർ ആൻസർ പറയാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ക്രിയേഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 6 ദിവസം ദൈവം എന്താ ഉണ്ടാക്കിയത് നമ്മൾ അറിഞ്ഞിരിക്കണം. തെറ്റിപ്പോയത്. ഓക്കെ, 4th ഡേ കഴിഞ്ഞു. ഇനി 5th ഡേ ക്രീച്ചേഴ്സിനെ ഉണ്ടാക്കി, മുകളിൽ കൂടെ പറക്കുന്ന ബേർഡ്സിനെ ഉണ്ടാക്കി ഗോഡ്, അല്ലേ? ഡേ 6 ഗോഡ് ക്രിയേറ്റഡ് ദി വാട്ടർ ആനിമൽസ് ആൻഡ് ദ ബേർഡ്സ്. ഓക്കെ, ഡേ 5 സോറി, ഡേ 6 ഗോഡ് എന്താ ക്രിയേറ്റ് ചെയ്തത്? നമ്മളെല്ലാം മാൻകൈൻഡിനെ ക്രിയേറ്റ് ചെയ്തത് ഗോഡ് ഡേ 6 മാൻകൈൻഡിനെ മാത്രമായിരുന്നു land animals-നെ ക്രിയേറ്റ് ചെയ്തു ഗോഡ് ഓൺ ഡേ 6. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഇത്രയും നമുക്ക് ക്രിയേഷനെ കുറിച്ച് അറിഞ്ഞിട്ട് വാട്ട് ഈസ് ദ നീഡ് ടു ഡിസ്കസ് അബൌട്ട് ക്രിയേഷൻ? ക്രിയേഷൻ ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവുമെന്നല്ലാതെ അത് ഓരോ വർഷം കഴിയുന്നതോറും വി വിൽ ചേഞ്ച് എന്നുള്ളതാണ്. വിൽ എക്സ്പാൻഡ്, വി വിൽ ചേഞ്ച് ആ ഫോം എന്നുള്ളതാണ് ഡാർവിൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഒരു തിയറി വന്നിട്ടുണ്ട്. അതെന്താ പറയുന്നത് ചോദിച്ചാൽ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ലിവിങ് ഓർഗാനിസംസിൽ നിന്ന് ലിവിങ് ഓർഗാനിസം വരുമെന്ന് പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഒരു തിയറി വന്നു. പക്ഷെ ഇതിനെ മാറ്റിയിട്ടാണ് ഡാർവിന്റെ റിയൽ തിയറി വന്നപ്പോൾ സയന്റിഫിക് ആയിട്ട് ആൾക്കാർ ഡാർവിന്റെ തിയറി വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് ദിസ് വാസ് ഹൈപ്പോത്തറ്റിക്കൽ. അപ്പോൾ ഓക്കെ, എവല്യൂഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ക്രിസ്ത്യൻസ് എന്ന നിലയിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ബിലീവ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? 6 days ഓഫ് ക്രിയേഷൻ എല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാട്ട് ഡു വി ഹാവ് ആസ് ആൻ ആൻസർ? ആ ബിലീഫ് നമുക്ക് ആദ്യം ഉണ്ടോ? ആസ് യൂത്ത് എന്നുള്ള നിലയിൽ നമുക്ക് ആ ബിലീഫ് സ്ട്രോങ് ആയിട്ടുണ്ടോ? ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകൾ നമുക്ക് സ്വന്തമായ
ഏദൻ തോട്ടത്തിലെ മനുഷ്യനെ അതിൽ വേല ചെയ്യുവാനും കാക്കുവാനുമാണ് ആക്കിയത്. അപ്രകാരം നമ്മൾ നമ്മുടെ ക്രിയേഷനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ.